ആളിറങ്ങണ്ട് ആളിറങ്ങണ്ട്. ആ വരൂ 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 ഇറങ്ങാൾ വരൂ 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 ഒന്ന് അങ്ങോട്ട് ഇറങ്ങും മനുഷ്യ വേഗം വരൂ. ആ ബാലൻസ് പൈസ കിട്ടിയില്ലല്ലോ തായോ. ഏത് ബാലൻസ്? ഏത് ബാലൻസ്? 14 രൂപ 45 പൈസ അത് തന്നാണല്ലോ. എന്റെ പൊന്നു ചേട്ട ഇയാള് ടിക്കറ്റ് എടുത്തിട്ട് ബാക്കി പൈസ വെച്ചിട്ട് തരണില്ലാന്നേ. ബാക്കി തരല്ല. ഓഹോ, അപ്പൊ ഇത് സ്ഥിരം പരിപാടിയാണല്ലേ? ബാക്കി കാശ് കൊടുക്കും. പാസഞ്ചേഴ്സിനെ ഡിസ്റ്റർബ് ചെയ്യാതെ ബാക്കി കാശ് കൊടുക്കണോ? വലിയ കഷ്ടമല്ലോ. കാശ് കറക്റ്റ് ആണെന്ന് കറക്റ്റ് തന്നെ. വണ്ടി പോട്ടെ. ഓക്കെ. എന്തോന്നാണ് ഇത്? ടിക്കറ്റ് വാങ്ങുമ്പോ തന്നെ ബാലൻസ് കൂടെ ചോദിച്ചു വാങ്ങിച്ചൂടാ നിനക്ക്? എവിടെ ബാലൻസ്? അയാള് ബാലൻസും തരാനില്ല. ഇത് ഞാനൊരിക്കുന്ന നമ്പറാ. നമ്പർ വണ്ടി പോയാ വൈകിട്ട് വന്ന് ഞണ്ണനാ. ഈ ഏരിയയിൽ എവിടെയോ ആണ് സംഭവം. ഒരു കാര്യം ഞാനോടൊന്ന് ചോദിച്ചു നോക്കും. അമ്മച്ചി ഈ നോൺസൺ ആൻഡ് നോൺസൺ കമ്പനിക്ക് പോണ വഴി അമ്മച്ചിക്ക്. ജോൺസൺ ആൻഡ് ജെയ്സൺ. അതെ, ജെയ്സൺ ആൻഡ് ജോൺസൺ കമ്പനിക്ക് പോണ വഴി അമ്മച്ചിക്ക് അറിയോ? ആരാണ് നിന്റെ അമ്മച്ചി? എനിക്ക് അത്ര വലിയ പ്രായമൊന്നും ആയിട്ടില്ല. നിന്റെ മുഖത്ത് കണ്ണില്ലടാ. എക്സ്ക്യൂസ് മീ, ഏത് കോളേജില് പഠിക്കുന്നേ? ഇങ്ങോട്ട് വാടാ. നിന്റെ അമ്മയുടെ നായരുടെ കോളേജിലുള്ള അമ്മച്ചി ഏത് കോളേജിലെന്നാ പറഞ്ഞേ? മാറാൻ പിന്നെ പറഞ്ഞുതരാം. പ്രായം കണ്ടാൽ ചർമ്മം തോന്നിക്കേ ഇല്ല. ജെയ്സൺ ആൻഡ് നോൺസെൻസ്. ജോൺസൺ ആൻഡ് ജെയ്സൺ അങ്ങനെയും പറയാം. നോക്കാം. ഹലോ, എന്താ? ലൗഡർ പ്ലീസ്. അത് പറഞ്ഞിരുന്നു. എന്താ സാർ, ഒരു മിനിറ്റ്. ഹലോ, പറയൂ. എന്താ ഈ ജോൺസൺ ആൻഡ് ജെയ്സൺ കമ്പനിയുടെ എം ഡി ഒന്ന് കാണാം. അതെ, എം ഡി ചിലപ്പോൾ തിരക്കിലാണ്, വെയിറ്റ് ചെയ്യണേ. പറഞ്ഞോളൂ സാർ. അയ്യോ, വെയിറ്റിംഗിന്റെ ആവശ്യമൊന്നുമില്ല. ഞങ്ങൾ 1 ലക്ഷം രൂപ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്. 7 ലക്ഷോ? അയ്യോ സാർ, 10 ലക്ഷം ആണെങ്കിൽ എങ്ങനെങ്കിലും പറയായിരുന്നു. അതെ, ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാം. അല്ല, ഒരു കാര്യം ചെയ്യാം, ഞാൻ പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്യാം. എന്താണ് നിങ്ങൾ ഉടനെ പറഞ്ഞ മിസ്റ്റർ, അവിടെ വെയിറ്റ് ചെയ്യണം. ഹലോ, ഏത് തെണ്ടിയാണ് ഇവിടുത്തെ എം ഡി? ഏത് തെണ്ടിയെങ്കിലും ആവട്ടെ, ഉണ്ടാവാ. എന്തത് ടെലിഫോൺ എക്സ്ചേഞ്ചോ? ഇല്ല സാർ, പറഞ്ഞിരുന്നു. അതെ അല്ലേ, ഡെപ്പോസിറ്റിന്റെ കാര്യമേ. അപ്പൊ ഇന്നലെ ഫോൺ ചെയ്തപ്പോഴായിരുന്നു. അല്ല, ഓക്കെ സാർ, ഓക്കെ സാർ. എന്താ അല്ലേ സാർ, ഇവിടെ പറയാരേ. ഞാൻ പോരാം. എക്സ്ക്യൂസ് മീ, പേര് പറഞ്ഞില്ല. ചോദിച്ചില്ലല്ലോ. എന്റെ പേര് അപ്പു. സ്നേഹമുള്ളവരെന്നെ അപ്പേട്ടേൻ വിളിച്ചോട്ടെ. സ്നേഹമുള്ളവരല്ലേ? മാഡം ഈ ഓഫീസിന്റെ അലങ്കാര വസ്തുവാണ്. മാഡത്തിന്റെ മുഖത്ത് ഒരു പ്രാവശ്യം നോക്കിയാൽ പിന്നെ മുഖത്തുനിന്ന് കണ്ണെടുക്കാനേ തോന്നില്ല. റിയലി. നീ ഈ ജോലി കിട്ടാതാക്കോ? അതെ, ഇവിടെ വെയിറ്റ് ചെയ്തിട്ട് വല്ല കാര്യമുണ്ട്? എം ഡിമാരെ അടുത്ത കാലത്ത് അങ്ങനെ ഒന്ന് കാണാൻ പറ്റുമോ? ബുദ്ധിമുട്ടാണ്, എനിക്കിതിലൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പാവടാ. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സർ. ആരാ മനസ്സിലായില്ലല്ലോ? ഞാൻ അനന്തൻ, ഇവൻ അപ്പുക്കുട്ടൻ. ഓ, അത് ഞങ്ങൾ ഇവിടെ ജോലിക്ക് വേണ്ടി 1 ലക്ഷം രൂപ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓ, അനന്തൻ അപ്പുക്കുട്ടനല്ലേ? അതെ. അത് ശരി. നിങ്ങൾ വേറെ ജോയിൻ ചെയ്തില്ലേ? ഇല്ല. അല്ല, ഈ അപ്പോയിന്റ്മെന്റ് ഓർഡർ ഒന്നും കിട്ടിയില്ലായിരുന്നു. ഇരിക്കൂ. പ്ലീസ് ഇട്ടോ. എന്താ ഇവരുടെ അപ്പോയിന്റ്മെന്റ് ഓർഡർ അയക്കാതിരുന്നത്? അല്ല സാർ, അത് നോ എക്സ്പ്ലനേഷൻ. ഇപ്പൊ തന്നെ ഇവർ അപ്പോയിന്റ് ചെയ്തിരിക്കണം. ഇതാണ് സാറന്മാരുടെ സീറ്റ്. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടാ? പ്രാർത്ഥിച്ചോണ്ട് തുടങ്ങാം. ഈശ്വര, ഞങ്ങളുടെ മണ്ണിൽ കഞ്ഞിമാരിടരുത്. നല്ല സെറ്റപ്പ് അല്ലേ? സോറി, നൈബോർഡ് നോക്കി. നൈബോർഡ് നല്ല ചെത്തായിട്ടുണ്ട്. ചെത്തി തന്നെ വാങ്ങിച്ചത്. ഞങ്ങളെ പോലുള്ള വിദ്യാസമ്പന്നരും സുമുഖനും സുന്ദരനും സുശീലിയുമായ ചെറുപ്പക്കാർ എന്നും ഈ ഓഫീസിന് ഒരു മുതൽക്കൂട്ടായിരിക്കും. മുതൽക്കൂട്ട് തന്നെ ആയിരിക്കും. അതെന്താ അങ്ങനെ പറഞ്ഞത്? അല്ല, പുള്ളി പറഞ്ഞ ഒരു ആവേശം കണ്ടിട്ട് ഞാൻ പറഞ്ഞു പോയതാണ്. എന്താ പേര്? സുന്ദരി. പേരാ ചോദിച്ച? പേര് എന്നാ പറഞ്ഞതും? വീട്ടുകാർക്ക് ഇടാൻ കണ്ട പേര് സുന്ദരി. എന്താ പറഞ്ഞ? എന്താ നെയിം ബോർഡ് നന്നായിന്ന് പറയായിരുന്നേ. നോക്കി തന്നെ വാങ്ങിച്ചതേ. ഇവിടെ തന്നെ കാണണേ. അത് ഹലോ, പുരുഷോത്തമൻ പിള്ള സ്പീക്കിംഗ്. ഹലോ, റിയൽ എസ്റ്റേറ്റ് പുരുഷോത്തമൻ പിള്ള സ്പീക്കിംഗ്. ഞാനാ പപ്പനാ.
ഈ റിയൽ എസ്റ്റേറ്റിന് ബോർഡ് എഴുതി വെച്ചിട്ട് രാവിലെ കയറി വന്ന് കൂർക്കം വരച്ചുറങ്ങി ഇന്നത്തെ കാര്യം കൊളാവും. ഈ പ്രസ്ഥാനം തുടങ്ങിയതിന് ശേഷമാടാ എനിക്ക് ശരിക്കൊന്നും ഉറങ്ങാൻ പറ്റിയത്. അണ്ണന് വൈകി പറ, ഞാൻ ഇരിക്കാം. അല്ല, ഇവിടെ ഇരിക്കാന്ന് പറഞ്ഞതാ. കാലത്തെ വന്നു നിന്ന് കീറാ ഒരു ചായ വാങ്ങിച്ചോണ്ട് വാടാ. എന്നെ വെച്ച് ഓപ്പറേറ്റ് ചെയ്യേണ്ട വിഷയമല്ല ഈ ചായ. അതെന്റെ ഇമേജിനെ ബാധിക്കും. ഇമേജോ? നിനക്കോ? പപ്പാ ആദ്യം അണ്ണന്റെ ഈ കോലൊക്കെ ഒന്ന് മാറ്റ്, എന്നിട്ട് ഈ പാന്റും ഷർട്ടും അങ്ങോട്ട് ഇടും. എവിടെതാ? ലാൻഡ്രി ദാമോദരന്റെ കയ്യിൽ നിന്ന് 2 ദിവസത്തേക്ക് റെന്റിന് മേടിച്ചതാ. വല്ല എയ്ഡ്സോ കുഴിച്ചോ പിടിച്ചവന്റെ ആണോ? സ്ഥലത്തെ പ്രധാനപ്പെട്ട ക്രിമിനലിന്റെ ഡ്രസ്സാ. അല്ല, ക്രിമിനൽ അഡ്വക്കേറ്റിന്റെ ഡ്രസ്സാ. അത് ശരി, പേടിക്കാനൊന്നുമില്ല. നല്ല പുലിവാലാവോ? ഞാൻ വല്ല ക്രിമിനൽ കേസ് പ്രതി ആവോ? നിങ്ങൾ ഇവിടെ തന്നെ നിന്നോ, ഞാൻ പോയി ഒന്ന് സംസാരിച്ചിട്ട് വരാം. സൂക്ഷിച്ചോണം, അല്ലെങ്കിൽ കാർ ആരെങ്കിലും അടിച്ചോണ്ട് പോകും. അത് കുഴപ്പമില്ല. നിങ്ങളോടല്ലേ മിസ്റ്റർ പറഞ്ഞത്? ആ, തനിക്ക് ജോലിയില്ലെങ്കിൽ എനിക്കൂടെ വേറെ ജോലിയുണ്ട്, വേണം. ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ് സാർ. അയ്യോ സാർ, MTs ഇല്ല. പിന്നെ ആരാളോ? പുതിയതായിട്ട് ജോയിൻ ചെയ്ത 2 ചെറുപ്പക്കാരുണ്ട്, ബിസിനസ് എക്സിക്യൂട്ടീവ്. അത് ശരി. അവരെവിടെ? അവിടെ എന്തെങ്കിലും ജോലി എന്ത് ചെയ്യാൻ? ഗുഡ് മോർണിംഗ്. ഞാൻ സാറുമാരെ കാണാൻ വേണ്ടി വന്നതാ. എന്താ കാര്യം? അല്ല, നിങ്ങൾ ബിസിനസ് എക്സിക്യൂട്ടീവ്സ് ആണല്ലേ? ഞാൻ പുരുഷോത്തം പിള്ള, റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സാ. അതെ, ഞങ്ങൾക്ക് താമസിക്കാൻ ഒരു വീടിന്റെ ആവശ്യം ഉണ്ടായിരുന്നു. വീടൊരു പ്രശ്നമേ അല്ല, പക്ഷെ എനിക്ക് വലിയൊരു പ്രശ്നം വന്നിരിക്കുകയാണ്. സത്യം തുറന്നതല്ല അനിയന്മാരെ. ഒരു തിമിംഗലം വന്ന് ചാടിയിരിക്കുകയാണ്. വലിയൊരു ഷോപ്പിംഗ് കോംപ്ലക്സ് ആണ് അവർക്ക് ആവശ്യം. തൽക്കാലം എന്റെ കസ്റ്റഡിയിൽ ഈ സാധനമില്ല. 2-3 ദിവസം അവരൊന്ന് പിടിച്ചു നിർത്തണം. തൽക്കാലം ഇതിനുടമസ്ഥന്മാർ നിങ്ങളാണെന്ന് ഞാൻ പറയും. നിങ്ങളത് സമ്മതിച്ചേക്കണം. ബാക്കിയുള്ള കളിയൊക്കെ ഞാൻ കളിച്ചോളാം. അതാണോ കാര്യം? ആ കാര്യം ഞങ്ങൾ ഏറ്റു. അതെ, ഏക്കം വരട്ടെ. അതെ, ഇത്ര ഫ്രോഡ് പരിപാടിക്കുന്നത് ഞങ്ങളെ കിട്ടില്ല. അത് കളാ, ഞാൻ അവരെ വിളിക്കട്ടെ. 4 കോടി ഞാൻ പറഞ്ഞിട്ടുണ്ട്. പുരുഷോത്തം പിള്ളയായിട്ട് ആലോചിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞാൽ മതി കേട്ടോ. ഓക്കെ ഓക്കെ ഓക്കെ, അതാണ് ഓക്കെ. എന്താ നിന്റെ ഉദ്ദേശം? വെറുതെ വേണ്ടാത്ത പരിപാടിക്കൊന്നും പോണ്ട കേട്ടോ. എടാ, ഇത്രയും വലിയ ഒരു സ്ഥാപനത്തിന്റെ ഉടമസ്ഥനാവുള്ള അവകാശം ഓസിന് കിട്ടി ആരെങ്കിലും വേണ്ടെന്ന് വെക്കടാ. ഞാൻ വേണ്ടാന്ന് വെക്കും. ഞഞ്ഞായി എന്ത്? വാ വാ. ഇതാണ് ഞാൻ പറഞ്ഞ പാർട്ടി. ഹലോ, ഇവരുടേതാണ് പ്രോപ്പർട്ടി. പരിപാടി കഴിഞ്ഞാൽ ഉടനെ ഈ പാർട്ടി. അപ്പൊ പിന്നെ പറഞ്ഞതുപോലെ സാർ, നാളെ കാണാം. ഓക്കെ. കാലകേറ്റി കളിക്കണ്ട, അത് വേണ്ട. ഇത് വെച്ച് അണ്ണൻ ഒരു ചെത്ത് ചെത്തണം. എവിടുന്ന് പൊക്കി? റെസ്റ്റോറന്റിൽ അവരുമായിട്ട് നമ്മൾ ഫുഡ് കഴിച്ചില്ലേ, അപ്പൊ പൊക്കിയതാ. ഒന്നുമില്ലെങ്കിലും ഞാൻ അണ്ണന്റെ ശിഷ്യനല്ലേ. മുല്ലപ്പൂമ്പടി ഏറ്റുവിടക്കും പപ്പനുമുണ്ടാ ഒരു സൗരം. അടി കിട്ടുമ്പോൾ പപ്പൻ തന്റെ പല്ലിനുമുണ്ടാ ഒരു വൈരൂപ്യം. അല്ല, ഡ്രസ് നന്നായിട്ടുണ്ട്. കൊള്ളാമല്ലേ? ഇത് എവിടെ നിന്ന് കിട്ടിയതാ? ഇത് ഞാൻ ഇത് അണ്ണന്റെ സ്വന്തം ഷർട്ടാണ്. അത് ശരി, എന്റെ മറന്നുപോയി പറയാൻ. ഞാൻ ഇന്നലെ ദാമോദരന്റെ കടയിൽ അലക്കാൻ കൊടുത്ത ഡ്രസ്സാണല്ലോ ഇത്. അതിന്റെ ഊരാലോ കുഴപ്പം. വിട്, ഓപ്പൺ ദി ഡോർ. ഉള്ളു പ്രശ്നം. പ്രോബ്ലം. അയ്യ, അങ്ങനെ ഒരു മോശക്കാരനൊന്നുമില്ല. ഒരു പ്രശ്നമില്ലാത്തൊരു കാര്യമല്ലേ. ജോലി വാഗ്ദാനം ചെയ്ത് കാശ് വാങ്ങിച്ചിട്ട് ഇപ്പൊ ആളുമില്ല, കാശുമില്ല. മുങ്ങിയായിരിക്കും. ഇവക്കറിയാം എവിടെയാണ്. സത്യമായിട്ടും എനിക്ക് അറിഞ്ഞൂടാ. ഞാനും നിങ്ങളെ പോലെ കാശ് കൊടുത്ത് ഇവിടെ ജോലിക്ക് കയറിയോളാ. എന്റെ കാശും പോയില്ല എന്റെ ഈശ്വര. ദാണ്ട വരുന്നത് ഇവരവിടുത്തെ ആൾക്കാര്. ദാണ്ട ഇവരവിടുത്തെ ബിസിനസ് എക്സിക്യൂട്ടീവ്. എന്താ എല്ലാരും കൂടെ ഇവിടെ? എന്താ ഇവിടെ പ്രശ്നം? പ്രശ്നമൊക്കെ പറഞ്ഞാടാ. ഈ ബിസിനസ് എക്സിക്യൂട്ടീവ് എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ എന്താ ധരിച്ചിരിക്കണേ? മറ്റവന്മാര് ജോലി തരാന്ന് പറഞ്ഞ കാശ് വാങ്ങിച്ചിട്ട് മുങ്ങിയിരിക്കുക. എന്താ ഈ പറയുന്നത്? ആര് മുങ്ങിയെന്ന്? വേണ്ട, അഭിനന്ദനം ഇവിടെ വേണ്ട. ഞങ്ങളുടെ പൈസ ഇപ്പൊ കിട്ടണം. എന്തൊക്കെ ഈ പറയുന്നത്? പോലീസ് കംപ്ലൈന്റ് എന്താ പ്രശ്നം? ഞങ്ങൾ നിരപരാധികളാ സാറേ. തട്ടിപ്പുകാരന്മാരെ നിന്നെയൊക്കെ കണ്ടാലറിയാമല്ലോടാ. കുട്ടിയാരാ? അത് ഈ കമ്പനിയിലെ കുട്ടിയാ. നിന്നോട് ചോദിച്ചില്ല. ഇവിടുത്തെ കുട്ടിയാ. നിന്നോടും ചോദിച്ചില്ല. സാർ എന്നെ രക്ഷിക്കണം സാർ. എന്റെ കാശും കൂടെ കൊണ്ടാണ് കാലമാടന്മാര് പോയത്. എന്റെ കമ്പനി മലയൊക്കെ വിറ്റ പൈസയാണ് സാർ. അവർക്ക് ഈശ്വര ശിക്ഷ കൊടുക്കണേ. ഇപ്പതാ കമ്പനിയും പരിഹാരം ഉണ്ടാക്കാം.
പൂട്ടി നടക്കാം. നടക്കാൻ. ഇങ്ങോട്ടല്ല അങ്ങോട്ട് ആരെ പഠിപ്പിക്കുന്നത് പിന്നെന്താ മാറിയത്? ഞങ്ങളുടെ കാര്യം ഞാൻ മെഴുകുവരിയായിട്ട് ഇന്ന് തന്നെ വരാമെന്ന്. ഞാൻ നാളെ അല്ല ഇന്ന് തന്നെ വരാം. ചേച്ചി പേടിക്കണ്ട, വേറൊരു ജോലി ചേച്ചിക്ക് ഞാൻ ശരിയാക്കി തരാം. ഞാൻ